കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയെ നമ്മൾ എന്തിനാണ് ഇത്രമാത്രം നെഞ്ചേറ്റിയിരിക്കുന്നത്? അതൊരു വികാരമായി എന്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? എത്രയോ സംഘടനകൾ നമ്മുടെ നാടുകളിലില്ലേ? പക്ഷെ സമസ്തയെ തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല എന്ന ഭാവത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതിൻ്റെ പിന്നിൽ പാറ പോലെ കേരളീയ മുസ്ലിം ഉമ്മത്ത് ഉറച്ചു നിൽക്കാൻ കാരണമെന്ത്? വളരെ പ്രധാനമാണ് ഇതിൻ്റെ ഉത്തരം. മറ്റെല്ലാ സംഘടനകളിൽ നിന്നും ഭിന്നമായി, തീർത്തും വ്യത്യസ്തമായി, മരിച്ചു ചെന്നാലുള്ള ജീവിതം ഭാസുരമാക്കുക, അതിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്ത അതിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം. അതാണ് ഭരണഘടനയിൽ എഴുതി വച്ചതും. അതുതന്നെയാണ് പ്രധാനം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, നമ്മളെല്ലാവരും അതിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അത് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും മുസ്ലിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനും ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടന. സമസ്ത അങ്ങനെയല്ല. മരണസമയത്ത് ഈമാൻ സലാമത്താകാനുള്ള വഴിയൊരുക്കി കൊടുക്കുന്ന സംഘടനയാണ്. മരണാനന്തരം സ്വർഗം ലഭിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങളും ആവശ്യമായ വിഭവങ്ങളും ആവശ്യമായ പാഥേയങ്ങളും നൽകി സംരക്ഷിക്കുന്ന സംഘടനയാണ് സമസ്ത. എവിടെയാണോ മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാൻ തെറ്റിക്കാൻ ആരാണോ പ്രത്യക്ഷപ്പെടുന്നത്, അത് സസൂക്ഷ്മം വിലയിരുത്തി അത്തരം വ്യക്തികളായിരുന്നാലും അത്തരം കക്ഷികളായിരുന്നാലും അവരെ തെരഞ്ഞു പിടിച്ച് വിശദമായി പഠിച്ച്, ഇത് ഫേക്കാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് എണ്ണി പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ 100 കൊല്ലക്കാലം ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് കേരളീയ മുസ്ലിം സമൂഹം ഇന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരാണ് മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്? ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാണ് മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? തബ്ലീഗ് ജമാഅത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന വൈകല്യങ്ങൾ ആരാണ് പുറത്തു കൊണ്ടുവന്നത്? നൂരിഷാ ത്വരീഖത്തിനെ ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്? ആലുവ ത്വരീഖത്തിന് ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്? ഷംസിയ ത്വരീഖത്തിൻ്റെ അപാകതകൾ മുസ്ലിം സമൂഹത്തിന് ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്? ചോറ്റൂർ ത്വരീഖത്തും കൊരൂർ ത്വരീഖത്തും ആ വ്യാജസിദ്ധന്മാരെ മുസ്ലിം സമൂഹത്തിന് ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തത്? നിങ്ങൾ ഓരോന്ന് പരിശോധിച്ച് നോക്ക്. ഇവിടെ വ്യാജന്മാരായി ഇസ്ലാമിൻ്റെ പേരിൽ വന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ, ഏതൊക്കെ തെറ്റായ പ്രസ്ഥാനങ്ങളുണ്ടോ, ആരാണ് ഖാദിയാനി പ്രസ്ഥാനത്തെ കൃത്യമായി അത് കാഫിറുകളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത്? ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകതലത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ മുൻനിരയിൽ നിന്ന ഒരു സംഘടന ലോകത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ, ആരാണ് ചേകനൂറുള്ള ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അത് കുഫറിൻ്റെ പ്രസ്ഥാനമാണെന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്? ആരാണ് മുസ്ലിങ്ങൾക്കിടയിൽ പതുക്കെ നുഴഞ്ഞു കയറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനയുടെ മുഖം അത് ശരിയല്ല, അത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ്, രാജ്യത്തിന് പ്രത്യേകിച്ചും ഈ തരം രാജ്യങ്ങൾ അത് അനുവദനീയമല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആരാണ്? കാരണം സമസ്ത ദീനിൻ്റെ കാര്യത്തിൽ മുഖം നോക്കാതെ കല്ലും നെല്ലും വേർതിരിച്ചു തന്നുകൊണ്ട് ഈ 100 കൊല്ലക്കാലം നിരന്തരമായി സത്യസന്ധമായി പ്രവർത്തിച്ച് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഈ കഴിഞ്ഞുപോയ ഒരു നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാൻ കാത്തു സൂക്ഷിച്ച, ഖബറിൽ സ്വർഗമായി സുഖമായി ഖബറിൽ സ്വർഗീയ ജീവിതം നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത അതിമഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് അതിനെ നിസ്സാരപ്പെടുത്തുമ്പോൾ, അതിനാരെങ്കിലും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അതിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വൈകാരികത ജനിക്കാൻ കാരണം. ഇത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നമ്മുടെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഈ വൈകാരികത എന്നും എപ്പോഴും നിലനിൽക്കണം. എന്തൊക്കെ വിഷയങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതാലും ശരി, ആദർശത്തിൻ്റെ വിഷയത്തിൽ കോംപ്രമൈസിന് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ ആഹാരം രക്ഷപ്പെടണം. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ സങ്കല്പിച്ച് നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിളയാട്ടമായിരിക്കും ഇവിടെ. ഇന്ന് എവിടെ പോയി മുജാഹിദ് പ്രസ്ഥാനം? വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇപ്പോൾ പുതിയ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു സ്ത്രീ പള്ളി പ്രവേശന വിവാദം മുജാഹിദ് വലിച്ചിട്ടല്ലോ. മുജാഹിദിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ പബ്ലിക് പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങൾ
അത് ശക്തമായി ചെറുത്തു നിന്നു. സുപ്രഭാതം ദിനപത്രം ആവശ്യമായ വിഭവങ്ങൾ മുസ്ലിം സമൂഹത്തിന് നൽകി. ഒതുങ്ങിയാലോ അവര്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ? പഴയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകൾ പറഞ്ഞിരുന്നു, അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല, അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണെന്ന് കൃത്യമായി അദ്ദേഹം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പ്രസംഗിച്ചിരുന്നു. ഇന്ന് അവർ മതസംഘടന മാറ്റിവെച്ചല്ലോ, കേവലം ഒരു രാഷ്ട്രീയ സംഘടനയായി പരിണമിച്ചിരിക്കുകയാണ്. പറഞ്ഞ ആശയങ്ങളൊക്കെ പിൻവലിക്കാൻ നിർബന്ധിതമായി. എങ്ങനെ നിർബന്ധിതമായി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും എക്കാലവും അതിൻ്റെ ആശയ ദൗർബല്യം വളരെ വ്യക്തമായി മുസ്ലിം സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇതല്ലേ സത്യം? ഓരോ സംഘടന കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മുജാഹിദ് പ്രസ്ഥാനം ഈ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനയും ഒരു പ്രത്യേകത, ഇത്തരം വഴിപഴച്ച പാർട്ടികളിൽ പോയാൽ രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിക്കുമ്പോൾ മാറി മാറി പോകുന്ന പാർട്ടികൾ പോകുന്നത് പോലെയല്ല. ഈ വഴിപഴച്ച പാർട്ടികൾ പോയാൽ, ബിദഈ പാർട്ടികളിൽ പോയാൽ, ഈ മതയുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ കക്ഷികളുടെ കൂടെ പോയാലുള്ള അപകടം, അത് പതുക്കെ 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 കുഫറിലേക്ക് എത്തിച്ചേരും. അതതിൻ്റെ പ്രത്യേകത. അത് കുഫറിലേക്ക് ഒറ്റ ഘട്ടത്തിൽ ഫസ്റ്റ് ഘട്ടം തന്നെ ഒരാളെ മുജാഹിദാൽ കാഫറാകണമെന്നില്ല. പക്ഷെ ക്രമാനുഗതമായി പതുക്കെ പതുക്കെ അപ്പുറത്തേക്ക് പോകും. അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റുജൂന മിനദ്ദീൻ കമാ യഖ്റുജു സഹ്മു മിനർ റമിയ. അമ്പെയ്യുന്ന സമയത്ത് തൻ്റെ അസ്ത്രം, മൂർച്ചയുള്ള ഈ അസ്ത്രം ഒരു ഉരുവിന് നേരെ ശക്തമായി എയ്തു വിട്ടാൽ ആ ഉരുവിനെ തുടച്ചു കയറി ആ അസ്ത്രം പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ ബിദ്അത്തിന്റെ ആളുകൾ ദീൻ നിന്ന് പുറത്തേക്ക് ക്രമാനുഗതമായി തെറിച്ചു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും, എത്രയോ ഉദാഹരണങ്ങൾ.